അമേരിക്ക അവകാശപ്പെട്ടത് ഹോർമുസിലെ ഉപരോധം ആരംഭിച്ച ശേഷം ഒരു ഇറാനിയൻ കപ്പൽ പോലും കടന്നുപോയിട്ടില്ല തങ്ങളുടെ ഉപരോധം ലംഘിച്ച് എന്നാണ്. പക്ഷേ ഈ കപ്പൽ ട്രാക്കിംഗ് സൈറ്റുകളുടെ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരപ്രകാരം ഏതാണ്ട് 34ഓളം കപ്പലുകൾ, അതും ഇറാൻ കപ്പലുകൾ പുറത്തുവിട്ടു എന്ന് ഡേറ്റ ട്രാക്കിംഗ് ഏജൻസിയായ വോർട്ടെക്സിനെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയത് 34 ഇറാനിയൻ ബന്ധമുള്ള കപ്പലുകളെങ്കിലും US ഉപരോധം മറികടന്ന് പോയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇറാൻ്റെ എണ്ണയുമായി പോയ കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി അമേരിക്കയുടെ ഈ വാചകവടി മാത്രമാണോ, അമേരിക്കയുടെ ഉപരോധം ദുർബലമാണോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഉയരുന്നുണ്ട്. ഏപ്രിൽ 13 മുതലാണ് US നാവികസേന ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ എല്ലാ കപ്പലുകളും തടയുമെന്നായിരുന്നു അവകാശവാദം. അതേസമയം 28ഓളം കപ്പലുകളെ തിരിച്ചയച്ചിട്ടുണ്ട് എന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് വളരെ വിദഗ്ധമായി, അതായത് അതിൻ്റെ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ ഓഫ് ചെയ്താണ് ഈ കപ്പലുകൾ ഈ ഹോർമുസിലെ ഉപരോധം കടന്ന് പുറത്തേക്ക് പോയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഈ കപ്പലുകളിൽ കുറഞ്ഞത് ഒരു കപ്പലിൽ ഏതാണ്ട് 10.7 ദശലക്ഷം ബാരൽ വരുന്ന ഇറാനിയൻ അസംസ്കൃത എണ്ണയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ കൂടിയ വിലയ്ക്ക് ഇറാൻ ഈ എണ്ണ വിൽക്കും എന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അജയ്, ഞങ്ങൾ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ വളരെ വിദഗ്ധമായി ഈ ഉപരോധം മറികടക്കാനുള്ള ശ്രമങ്ങൾ വിജയകരമായി തന്നെ നടത്തിയിരിക്കുകയാണ് ഇറാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ US-ന്റെ കണക്കുകൂട്ടലുകളെല്ലാം ഇക്കാര്യത്തിൽ തെറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കപ്പലിനെ, ടൗസ്ക എന്ന് പറയുന്ന കപ്പലിനെ US പിടിച്ചെടുത്തിട്ടും ഈ കപ്പലിന് വേണ്ടി അധികമായിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ നെഗോഷിയേഷൻസ് വഴിയാണെങ്കിലും ഒരു നീക്കം നടത്താൻ ഇപ്പോൾ നിലവിൽ ഇറാൻ തയ്യാറാകുന്നില്ല. അത്തരമൊരു കപ്പലിൻ്റെ നഷ്ടത്തിൽ ആദ്യം വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ ഇറാൻ നടത്തിയിരുന്നു. പക്ഷേ അമേരിക്കയുടെ ആ സമ്മർദ്ദത്തിന് വഴങ്ങി വലിയ രീതിയിൽ അങ്ങോട്ട് ഒരു കരാറിലേക്ക് പോകാനോ അല്ലെങ്കിൽ കൂടുതൽ വ്യവസ്ഥകളിൽ ഇളവ് വരുത്താനോ ഒന്നും തന്നെ ഇറാൻ നിലവിൽ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് തന്നെ ഈ കപ്പലിന് വേണ്ടി ഇറാൻ വലിയ തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള അമേരിക്കയുടെ കണക്കുകൂട്ടൽ തന്നെ അവിടെ പിഴച്ചു. അതുപോലെ US ആദ്യം അവകാശപ്പെട്ടതുപോലെ ഇത്തരത്തിൽ സമുദ്രതലത്തിൽ US ഒരു ഉപരോധം നടത്തുകയാണെങ്കിൽ ഇറാന് പ്രതിദിനം $500 മില്യൺ നഷ്ടം വരും എന്നതായിരുന്നു US-ന്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് അവർ എത്രയും വേഗം ഈ ഒരു സമാധാന നീക്കത്തിന് കൈകോർക്കും, ഒരു ഡീലിന് തയ്യാറാകും എന്നതെല്ലാം US ഒരു നിഗമനമായി പറഞ്ഞിരുന്നു. ട്രംപ് തന്നെ പറഞ്ഞത് ഈ ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ്. പക്ഷേ ഈ ഉപരോധം ഇപ്പോഴും ആക്റ്റീവായി നടക്കുമ്പോഴും അവിടെ വലിയ രീതിയിലുള്ള ഒരു ഉപരോധങ്ങളും അതുപോലെ തന്നെ മറ്റ് നീക്കങ്ങളും എല്ലാം നടക്കുന്നതായിട്ടാണ് നമുക്ക് നിലവിൽ കാണാനാകുന്നത്. ഇപ്പോൾ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ IRGC പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഏതാണ്ട് 34ഓളം കപ്പലുകൾ ഈ US ഉപരോധം നിലനിൽക്കെ മേഖലയിലൂടെ വളരെ സുഗമമായി യാത്ര ചെയ്തു എന്നുള്ളത്. അപ്പോൾ മറ്റ് കപ്പലുകൾ മേഖലയിലൂടെ ഇപ്പോൾ ഇറാൻ്റെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇറാനിയൻ തുറമുഖത്തുൾപ്പെടെ ഡോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. എന്നാലും ഇത് തീർച്ചയായിട്ടും ഇത് സത്യമാണെങ്കിൽ അമേരിക്കയ്ക്ക് സംഭവിച്ച ഒരു കനത്ത അടി തന്നെയാണ്. പക്ഷേ US ഇത് നിലവിൽ സ്ഥിരീകരിക്കുന്നില്ല. ഇതിൽ നിന്ന് നേരെ വിഭിന്നമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. US സെൻട്രൽ കമാൻഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 31ഓളം കപ്പലുകളെ ഇറാൻ്റെ തീരങ്ങളിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കപ്പലുകൾ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നത് കാണാനും സാധിക്കുന്നുണ്ട്. അതാണ് സാഹചര്യം. ഇതിനിടയിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.